ഇന്ന് യുഎയിലുള്ള 90% ഓണ്ടർപ്രണേഴ്സും അവരുടെ ഫീൽഡിൽ എക്സ്പീരിയൻസ് നേടിയതിനു ശേഷം സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരായിരിക്കും. ഇനി വരാൻ പോകുന്നവരും ഡെഫിനറ്റ്ലി അതുപോലെ തന്നെയായിരിക്കും, കാരണം ഇതൊരു കോമൺ പ്രോസസ് ആണ്. ബട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ഡാറ്റാബേസ്, മെയിൻലി അവരുടെ കസ്റ്റമർ ഡാറ്റാബേസ് ഒക്കെ അവർക്ക് പുതിയ കമ്പനിയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു ബിസിനസ് കൊളാപ്സ് ആവാൻ അല്ലെങ്കിൽ അത് ആ ഒരു എക്സിസ്റ്റൻസിന് തന്നെ ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. സോ ഇതിന് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് യുഎഇ ലേബർ ലോയിൽ നോൺ കോമ്പറ്റേറ്റീവ് ക്ലോസ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു കമ്പനിക്ക് അവരുടെ ലേബർ കോൺട്രാക്റ്റില് മാക്സിമം 2 years വരെ ഈ നോൺ കോമ്പറ്റേറ്റീവ് ക്ലോസ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയിക്ക് ഈ പീരീഡിനുള്ളിൽ കോമ്പറ്റേറ്റീവ് കമ്പനീസിലേക്ക് സെയിം ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. പക്ഷെ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എംപ്ലോയറും എംപ്ലോയിയും സൈൻ ചെയ്യുന്ന ലേബർ കോൺട്രാക്റ്റിൽ മസ്റ്റ് ആയിട്ട് ഇത് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ ടൈം പീരീഡ് ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. മാക്സിമം 2 years ആണ് അതിന്റെ കൊടുക്കാനായിട്ട് പറ്റുക. ഇത് ഏരിയയിലാണ് ഇത് റെസ്ട്രിക്റ്റഡ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഇത് മറ്റുള്ള എമിറേറ്റ്സിലേക്കോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് പുറത്തേക്കോ ഒന്നും എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. ഏത് ഡെസിഗ്നേഷനിലാണ് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതും മെൻഷൻ ചെയ്തിരിക്കണം. ഇതെല്ലാം മെൻഷൻ ചെയ്ത് വാലിഡ് ആയിട്ടുള്ള നോൺ കോമ്പറ്റേറ്റീവ് ക്ലോസ് വെച്ചതിന് ശേഷം അത് വയലേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ആ എക്സിസ്റ്റിംഗ് കമ്പനിക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡാമേജ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയറിന് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. എംപ്ലോയിക്ക് ഹ്യൂജ് എമൗണ്ട് പെനാലിറ്റി അതുപോലെ ലേബർ ബാനും കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലേബർ കോൺട്രാക്ട് ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട.